നന്ദിനി 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 എന്താ? അയ്യോ താൻ ടെൻഷൻ ആവണ്ട. ഞാൻ വേറൊരു ഉദ്ദേശത്തോടു കൂടി തൊട്ടതല്ല. തന്നെ ഞാൻ കുറെ വിളിച്ചു. കുറെ നേരമായിട്ട് എഴുന്നേക്കാതായപ്പോ. എന്തിനാ വിളിച്ചേ? എനിക്ക് വിശക്കുന്നു. അതിന് ഞാനെന്ത് വേണം? എടോ താനെന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയതാ. എനിക്ക് സൗകര്യമില്ല. സൗകര്യമില്ലെന്നോ? അങ്ങനെയൊക്കെ എങ്ങനെയാണോ എനിക്ക് പറയാൻ പറ്റുന്നത്? അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ പറയാറുള്ളത് പോലെ ഈ വീട്ടിലെ മഹാറാണി. അപ്പൊ ഞാൻ എന്തിനാ അടുക്കള പണിയെടുക്കുന്നേ? നിങ്ങളുടെ അമ്മ അടുക്കളയിൽ കയറാറുണ്ടോ? സഹോദരിമാര് കയറാറുണ്ടോ? പിന്നെ ഞാൻ മാത്രം എന്തിനാ കയറുന്നേ? എന്തിനാടോ തനിക്ക് ഇത്രയും ദേഷ്യം? ഓക്കെ, ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താൻ കിടന്നോ? വിശന്ന് കിടന്നാ എനിക്ക് ഉറക്കം വരാത്തോണ്ടാ. വിശപ്പ് അറിയണം സർ. വിശക്കുന്നവരുടെ മനസ്സ് സാർ എപ്പോഴെങ്കിലും അറിയണം. അതൊന്നും അറിയാതെ പോയതുകൊണ്ടാ ഇത്രയ്ക്കും വഷളായത്. റിസോർട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറിയിട്ട് ഞാൻ പറഞ്ഞ എന്തെങ്കിലും സാറിന് ഓർമ്മയുണ്ടോ? ഉണ്ടോ? സത്യമായിട്ടില്ല നന്ദിനി. ഞാൻ പറഞ്ഞതേ എന്റെ വിഷമങ്ങളാ, എന്റെ വേദനകളാ. അത് സാറിന്റെ ചെവിയിൽ വീഴില്ല. അപ്പൊ സാറിന്റെ തലയിലും വയറ്റിലും മദ്യമായിരുന്നു. പക്ഷേ ഇപ്പൊ സാറിന് വിശപ്പാ. തമ്പുരാന് വിശന്നാ പിന്നെ അടിമകള് പണിയെടുത്ത് തരണല്ലോ. എന്താടോ തന്റെ പ്രശ്നം? ഇതിന് മാത്രം റിസോർട്ടിൽ എന്താ സംഭവിച്ചത്? ഓക്കെ, അച്ഛനും അമ്മയും അവിടെ വന്നു, നമ്മളെ കൂടി കൊണ്ടുവന്നു. അത് റോങ്. പക്ഷെ അതിൽ എന്റെ തെറ്റൊന്നുമില്ല. നാളെ ഒരു ദിവസം ഞാൻ എവിടെയെങ്കിലും തെരുവിലെ ചത്ത് കിടന്നോ സാറിന് എന്തെങ്കിലും വിഷമം തോന്നുമോ? അതിപ്പോ അങ്ങനെ ചോദിച്ച വിഷമം തോന്നില്ലേ? നമ്മള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ, നമ്മൾ ഒരു മുറിയിലല്ലേ താമസിക്കുന്നത്. നാളെ നേരം വെളുക്കുമ്പോഴേ സാറിന്റെ അച്ഛനോട് ചോദിച്ചു നോക്ക് റിസോർട്ടിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിന്ന്. എന്നിട്ട് മതി ഇനി എന്റെ മുന്നിൽ കേമത്തം പറച്ചില്. അച്ഛനോട് നാളെ ചോദിക്കാം. പക്ഷെ എന്തിനാ നാളെ കേൾക്കാൻ നിൽക്കുന്നത്? താനിപ്പോ തന്നെ പറഞ്ഞോ, അത് പറഞ്ഞോ. വേണ്ട, ഇനി സാറിനെ ഒന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഞാനില്ല. എനിക്ക് ഉറങ്ങണം. വിശന്നാലും കരഞ്ഞാലും ഞങ്ങൾ ഉറങ്ങാറുണ്ട്. കാരണം നാളെ രാവിലെ എഴുന്നേൽക്കണല്ലോ, എല്ലാവർക്കും വെച്ച് വിളമ്പണല്ലോ. നന്ദിനി, എനിക്ക് ഉറങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ ഓക്കെ. ഇയാൾ ഇത്രയ്ക്ക് ദേഷ്യം കാണിക്കണമെങ്കിൽ സംതിങ് ഹാപ്പൻഡ്. നാളെ അത് എന്താണെന്ന് അറിഞ്ഞേ പറ്റും. പക്ഷെ വിശന്നിട്ട് കിടക്കാൻ വയ്യല്ലോ. Oh.